ഒരു പ്രശ്നം പറ്റി. നല്ല ഭംഗിയായിട്ട് നിന്ന കപ്പ ഇവിടെ ആരോഗ്യമില്ലാതെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നത് ഒരു അപശകുന. ഇന്ന് അത്തമായിട്ട് തുമ്പപ്പൂ അന്വേഷിച്ച് പോവാണ്. തുമ്പപ്പൂവേ പൂത്തിരുളെ നാളേക്കൊരു വട്ടി പൂ തരുമോ? എന്തുകൊണ്ടാണ് തുമ്പപ്പൂ കളത്തിലിടണേന്നൊന്ന് കമന്റ് ചെയ്യണേ. അറിയില്ലാത്തോണ്ടാണ്. ഇത്തവണ തന്നെ കർക്കിടക അവസാന ദിവസമാണല്ലോ അത്തം വന്നത്. അല്ലേ എന്നാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. അതിന് ഹെൽമെറ്റ് എടുത്തോ, ഞാനിവിടെ കിടക്കുക. അമ്മ എന്നെ അത്തച്ചമയത്തിന് വരാത്ത അപ്പോഴും പോയിട്ടോന്ന് ചോദിക്കുക, അല്ലെങ്കിൽ സ്റ്റാൻഡ് വിട്ടോ, 2:45. കൂണെന്നല്ല കൂൺ. അത് അത്തച്ചമയം എന്ത് രസമായിരുന്നു എന്നറിയോ? വിവിധ കലാരൂപങ്ങള്, ടാബ്ലോസ്, കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അപ്പക്ക് ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ടായിരുന്നു. അതിപ്പോ ഇവിടെ വരാതെ ചായ കിട്ടൂ. ഇത് നല്ല കഥ. അത്തത്തിന്റെ ദിവസം പൂവിട്ടേ ഉള്ളൂ. നമ്മുടെ പൂവിട്ടിട്ടില്ല, മുട്ടിട്ടിട്ട് ബട്ടർഫ്ലൈ. അത് വാടാമുല്ല നിക്കണോണ്ടാ, വാടാമുല്ല നിക്കണോണ്ടാ ബട്ടർഫ്ലൈ. പക്ഷെ വിരിഞ്ഞിട്ടില്ല. വിരിയുമ്പോ എടുക്കാം അല്ലേ? നല്ല വെയിലേറാ. ഈ വർഷം ഞാൻ കണ്ടേ ചില സ്ഥലത്ത് വെള്ള വാടാമുല്ല കൃഷി ചെയ്ത് കൃഷി ചെയ്തിട്ട് അവര് പൂവിടാനായിട്ട് അത് കളക്ട് ചെയ്തേക്കണ്. നമുക്ക് വെള്ളയുണ്ട്, പക്ഷെ കൃഷി പറയാ ഇങ്ങനെ സാധാരണ മറ്റേ കളറ് വാടാമുല്ലേക്ക് പകരം ഇത്തവണ വെള്ളയാന്ന് പറഞ്ഞ് കൂട്ടിയിട്ടേക്കണ്. അത് നല്ല രസമല്ലേ? നമുക്ക് വെള്ളയുണ്ട്, കൃഷിയൊന്നുമില്ല കേട്ടോ. ചട്ടിയിലും ഉണ്ട്, മണ്ണിലും ഉണ്ട്. ദേ ഒരു പ്രശ്നം പറ്റി. നല്ല ഭംഗിയായിട്ട് നിന്ന കപ്പള, അതിന്റെ കപ്പളങ്ങായോട് കൂടി കാറ്റത്ത് ചെരിഞ്ഞ് പറമ്പിൽ പോയത് ഇവിടെ കൊണ്ടുവന്നൊന്ന് നട്ട് നോക്കിയതാണ്, നിങ്ങളെ കാണിച്ചതാ. അതിന്റെ മുകളിലെ കൂമ്പിന് എന്തോ വന്ന് കൂമ്പ് പോയി. ഇപ്പൊ കുഞ്ഞു കൂമ്പ് നാമ്പെടുത്തിട്ടുണ്ട്. പിടിച്ചു വരുമോന്നറിയില്ല, കാരണം നല്ല വളയിട്ടതാ, പക്ഷെ ആരോഗ്യം പോയി. പിന്നെ പറമ്പിൽ വേറെ ഉണ്ടെങ്കിലും ഇവിടെ ആരോഗ്യമില്ലാതെ ഗേറ്റിന്റെ അവിടെ നിൽക്കുന്നത് ഒരു അപശകുന ഇല്ലേ? ഒരു ഭംഗിയില്ലാതെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പോവുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു റെഡ് ലേഡി വെച്ച് പിടിപ്പിക്കാം. മറ്റേ റെഡ് ലേഡിയിൽ കപ്പങ്ങിയായി കണ്ടായിരുന്നോ? അവിടെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തില്ല അല്ലേ? എന്നാ ഇപ്പൊ വൈകിട്ടെടുക്കാം. ഇപ്പൊ നേരില്ല. അത് എന്ന് വേണമെങ്കിലും എടുക്കാം, കാരണം അതിലുണ്ടായി കിടപ്പുണ്ടല്ലോ. അപ്പൊ എന്നാ പതിവില്ലാതെ മുരിങ്ങയൊക്കെ മേടിച്ചത്? അതൊന്നും എനിക്കറിയാൻ മേല. അത് മുരിങ്ങയില സൂപ്പിന്റെ രുചി പിടിച്ചിട്ട്. അതാ. പിന്നെ നട്ട മുരിങ്ങയൊന്നും ശുഭാവണില്ലല്ലോ, അതാന്ന് തോന്നുന്നു. ഇത് ബഡാണോന്നൊരു ഡൗട്ട് ഉണ്ട്. ചെടിയോട് കൂടിയാ കൊണ്ടുവന്ന ഇങ്ങനെ. ആണോ? വേരോട് കൂടി. ഒരു പേരേ നട്ടേക്കണം. പേരൊന്നും സാധാരണ മൈൻഡ് പോലും ചെയ്യാത്തതാ. അതെ, അത് ശരിയാ. പിന്നെ എന്നാന്നോ, എല്ലായിടവും പുല്ല് കയറുമല്ലേ മഴ പെയ്യണ കാരണം. ഇനിയിപ്പോ ആ സിജോ ചേട്ടനോടെ 20-ാം തീയതി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാന്ന് വെച്ചാ ഒരു 2 മണിക്കൂർ നേരം ബേസിക് വെട്ടൽ. അതെ. ഈ പാസേജുകള്, ഫ്രണ്ട് ഏരിയ, മുറ്റത്തിന്റെ നേരെ താഴെ, പിന്നെ നമുക്ക് പറമ്പിലേക്ക് പോകാനുള്ള പാസേജ് വെട്ടിക്കണം. ഞാനല്ലേ പറഞ്ഞു കൊടുക്കണം എപ്പോഴും. മതിലിന്റെ അരികൊഴി പോകാനുള്ള പാസേജ് തെളിക്കണം. മുറ്റത്തിന്റെ ചുറ്റും പുറം 4 വശവും തെളിക്കണം. ഫ്രണ്ട് ഏരിയയും ബാക്കി ഏരിയയും തെളിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ പറഞ്ഞിട്ടുണ്ട് ഒരു 2 മണിക്കൂർ നേരത്തെ വർക്കേ ഉള്ളെന്ന്. ഞങ്ങൾ എങ്ങോട്ടാ പോണേന്നറിയോ? ഇന്ന് അത്തമായിട്ട് തുമ്പപ്പൂ അന്വേഷിച്ച് പോവാണ്. ഒരു തുമ്പതേ. ഏതാണ്? പടയഞ്ച പൂ. കാണാത്തവർക്കും കണ്ടവർക്ക് വീണ്ടും പഴയ ഓർമ്മകൾ സ്മരിക്കാനുമായിട്ടാണ് ഞാനിത് കാണിക്കണേ കേട്ടോ. സ്മരിച്ചല്ലോ ഓർമ്മകള്. ഇനി നമുക്ക് അടുത്തത് കാണാം. ഇതല്ലേ കാക്കപ്പൂവ്? ഇതാന്ന് തോന്നുന്നു കാക്കപ്പൂവ്. തുമ്പതേ. പൂവൊക്കെ പോയി, പക്ഷെ ആ തുമ്പയ്ക്ക് ഒരു സുമാറില്ലല്ലോ. വീണ് പോയി. വേറെ പൂവുള്ളതുണ്ടോന്ന് നോക്കാം. ഇതൊക്കെ തുമ്പേ. അതെ, സുമാറില്ല ചെടിക്ക്. അതെ പോരെ. ഇവിടെ ഉണ്ട്, നല്ലതുണ്ട്. ഞാൻ പുല്ല് മാറ്റിത്തരാം. നല്ല ഭംഗിയുണ്ട് വരുന്നു പൂക്കളായിട്ട്. അതാ ഞാൻ പറഞ്ഞു ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്ന്. തുമ്പപ്പൂവേ പൂത്തിരുളെ നാളേക്കൊരു വട്ടി പൂ തരുമോ? ആക്കില ഈക്കില ഇലങ്കൊടി പൂത്തിയില്ല, പിന്നെ ഞാൻ എങ്ങനെ പൂ തരേണ്ടു. പണ്ടത്തെ പാട്ടാ. എനിക്കറിയില്ല കേട്ടോ. ഈ പാട്ട് പാടിയാണ് പൂ പറിക്കാൻ പോണത്. ആണോ? അങ്ങനെയൊക്കെ ഉണ്ട്. സ്വാതിക്കൽ പറയാൻ പറ്റുമോ? അതൊക്കെ ദാശാനം മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാനും ചെറുപ്പത്തിലേ പഠിച്ചേക്കണതാ. ഈ പണ്ട് കാലത്തെ കുട്ടികൾ പാടിക്കൊണ്ടിരുന്ന പാട്ടാ പൂ പറിക്കാൻ പോകുമ്പോ. പൂവില്ലാത്ത നോക്കി പറിച്ചു. പൂവില്ലാത്ത പറിക്കാൻ പറ്റില്ല. അങ്ങനെ കിട്ടൂല. നീ ഞങ്ങള് തുമ്പ ചോടോടുകൂടി പറിച്ചെടുക്കുക കേട്ടോ. എന്തിനാന്നറിയോ? വീട്ടില് ഫ്രണ്ടിൽ കൊണ്ടുപോയി നടാൻ. ഗേറ്റിന്റെ ആ ഏരിയയിൽ നടാം. അപ്പൊ പിന്നെ ഇനി തുമ്പ നോക്കി അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. തുമ്പ എപ്പോഴും. എന്തുകൊണ്ടാണ് തുമ്പപ്പൂവ് ഇത്ര ഐശ്വര്യപ്രധാനമായ? നല്ല ചൂടാ.
എന്തുകൊണ്ടാണ് തുമ്പപ്പൂ കളത്തിലിടണേന്നൊന്ന് കമന്റ് ചെയ്യണേ, അറിയില്ലാത്തോണ്ടാണ്. ഇനി പോകാം, പറഞ്ഞു തരണം കേട്ടോ. പോകാം. ഇതുപോലെ ഇവിടെ ഉണ്ട്, ഇനി വേണ്ടല്ലോ. വേണ്ട വേണ്ട, മതി. ഒരുപാടാവും നട്ട. എന്ത് ഹൈറ്റായി മുക്കൂറ്റി ചെടിക്കുന്നു നോക്കി. ഞാൻ കണ്ടു. ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന മുക്കൂറ്റി ചെടി ഞാനും കണ്ടിട്ടില്ല അങ്ങനെ ഹൈറ്റില്. അപ്പോ അത്തം ദിവസം നാടൻ ചെടികൾ നോക്കാൻ പോയ നമുക്ക് കിട്ടിയത് മുക്കൂറ്റി മുറ്റത്തുണ്ട്. ഇനി നമുക്ക് പോവാം. ഇനി തുളസിയും കണ്ടില്ല എന്ന് പറയാം. അത് മുറ്റത്ത് തന്നെ നിപ്പുണ്ട്. അതെ, മുറ്റത്തിന് പുറത്ത് 2 അപ്പ പുല്ല് കളഞ്ഞപ്പോ കളയാതെ നിർത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും പറിച്ചു വെക്കാന്ന് ഓർത്തു. പണ്ട് ഞാൻ മേടിച്ചു നട്ട വിക്സ് തുളസി, എന്ത് രസമായിരുന്നു അല്ലേ. അത്തം ദിവസം എല്ലാ വർഷവും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് രാവിലെ തന്നെ പൂക്കളം ഇടാനായിട്ട് തൊടിയിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇത്തവണ അത്തത്തിന് വേണ്ടിയിട്ട് കുറച്ചധികം പൂക്കളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ അതൊക്കെ ഇങ്ങനെ നിൽക്കണ കണ്ടിട്ട് ഒന്നും പറിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറിക്കാൻ തോന്നിയ ചെറിയ പൂക്കൾ മാത്രമേ പറിച്ചുള്ളൂ. ചെമ്പരത്തി, നാടൻ പൂക്കളൊക്കെ ഞാൻ നിങ്ങളെ ജസ്റ്റ് കാണിച്ചെന്നാണ്. വാടാമല്ലി, ചെമ്പരത്തി, പിന്നെ ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഞാനിത് മാത്രമേ പറിച്ചുള്ളൂ. പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ പൂച്ചവാലൻ ഉണ്ടായിരുന്നു. പൂച്ചവാലനും പറിച്ചേക്കാന്ന് കരുതി മറ്റു പൂക്കളൊന്നും ഞാൻ പറിച്ചില്ല കേട്ടോ. ബന്ദിയൊക്കെ പൂവിടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും പൂവിട്ട് കഴിഞ്ഞാലും അത് പറിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അതിൽ ശലഭങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴേ അവർക്ക് വിഷമാവൂലോ എന്ന് ഓർത്തിട്ട് ഞാനത് പറിച്ചില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അതേ എന്തിനോ പുറത്തേക്കൊക്കെ ഇറങ്ങുവാണ്. ഞാൻ ആ സമയത്ത് പൂക്കളിടാൻ വന്നിരിക്കണതാണ് കേട്ടോ. അത്തച്ചമയത്തിന് നഗരി ഒരുങ്ങി. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. എന്നാന്നറിയോ, ഈ അത്തം വരുന്നത് ചിങ്ങമാസത്തിലല്ലേ? അതെ. പക്ഷെ ഇത്തവണ തന്നെ കർക്കിടക അവസാന ദിവസമാണല്ലോ അത്തം വന്നത്. അല്ലേ, എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അതിനെപ്പറ്റി പറഞ്ഞു തരാൻ. നാളെ ഓഗസ്റ്റ് 17-നാണ് ചിങ്ങ 1. കർക്കിടകം 31-നാണ് ഇത്തവണ അത്തം വന്നേക്കണം. അത് എന്തുകൊണ്ടാ? അത് പ്രേക്ഷകരോട് ചോദിക്കും. നിങ്ങളൊന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ കാര്യമായിട്ട് ചോദിച്ചത്, എനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ടാന്ന്. എനിക്കും മനസ്സിലായിട്ടില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി പറഞ്ഞു തരാൻ. പ്രേക്ഷകരൊന്ന് പറഞ്ഞതാ. അതിന്റെ എന്തെങ്കിലും കണക്കുകൾ ഉണ്ടായിരിക്കും അതിന്. എന്റെ കുഞ്ഞ് അത്തപ്പൂക്കളെ എങ്ങനെയുണ്ട്? മുളന്തുരുത്തി പഞ്ചായത്ത് ഓണം ഫെസ്റ്റ് മത്തച്ചമ്മയ ഘോഷയാത്രയും കാണാതെ എങ്ങനെയാ. നല്ലതാ, നല്ല രസമില്ല. കുഞ്ഞു പൂക്കളാ. ബന്ദിയൊന്നും പറിക്കാൻ എനിക്ക് തോന്നിയില്ല. അത് പറിക്കണ്ട, കാരണം അതിൽ ശലഭങ്ങൾ വന്ന് പാറിക്കളിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് തേൻ കുടിക്കാൻ പൂവില്ലാതെയായി. അങ്ങനെ വീട്ടിലുള്ള പൂക്കളൊക്കെ കൊണ്ട്, എല്ലാ പൂക്കളും എടുത്തില്ല എങ്കിലും കുറച്ച് പൂക്കൾ കൊണ്ട് ഒരു കുഞ്ഞു പൂക്കളം ഇട്ടു. പുറത്തുനിന്നൊന്നും വാങ്ങിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ്. നല്ല ഭംഗിയുണ്ടല്ലേ എന്നാലും കാണാനായിട്ട്. ഞാനൊരു ജിപേ ചെയ്യാൻ പറ്റുമോ? റോയലിൽ നിന്ന് ഒരു ഇത് മേടിച്ചോണ്ട് പോരാ, ഒരു പാക്കറ്റ് ചപ്പാത്തി ചോദിച്ചാരെ. ഇല്ലെങ്കിൽ പോയിച്ചു പോവാ. ഹെൽമെറ്റ് എടുത്തോ, ഞാനിവിടെ കിടക്കുവാ. എനിക്ക് പറ്റില്ല, കാലൊക്കെ വേദന എടുക്കണം. പിന്നെ തന്നെയല്ല ഭയങ്കര തിരക്ക് അവിടെ. കാർ അതിലേ കൊണ്ടുപോകാൻ പറ്റൂലെന്നാ, വഴി ബ്ലോക്കാ. സ്കൂട്ടർ മാത്രമേ അങ്ങോട്ട് വിടുകയുള്ളൂ. അതും വിടണ്ടോന്നറിയില്ല. അപ്പോഴും പോയിട്ടോന്ന് ചോദിക്കുക. ഇല്ലെങ്കിൽ സ്റ്റാൻഡ് വിട്ടോ, 2:45. മതി, 2 കവറുണ്ടോ? വട്ടുകുന്നത്തെന്ന് ഞാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ് അങ്ങനെയല്ല പറയണ്ടേ, വട്ടുകുന്നിൽ എന്നാ പറയണ്ടേ. അങ്ങനെയാണ് അമ്മ പറയണ പോലെ കൂൺ. അമ്മ മാത്രമേ ലോകത്ത് കൂണെന്ന് പറയുള്ളൂ. കുന്നത്തെന്നൊരു വീട്ടുപേരാ. ഞാൻ കൂണ് എന്നാ പറയാ. കൂണെന്ന് ആരെങ്കിലും പറയൂ? കൂണെന്നല്ല, കൂൺ. അതുപോലെ വട്ടുകുന്നത്ത്. വട്ടുകുന്നത്ത്. അപ്പൊ ഗത്യന്തരമില്ലാതെ പോരുവാ. അപ്പൊ വന്നിട്ടെന്ന് പറഞ്ഞു. 1998 ഇതിനു മുമ്പ് നമ്മുടെ ടൗണില് അത്തച്ചമയ ഘോഷം നടത്തിയതിന്റെ ഒരു പിക്ചർ ഞാൻ ഫേസ്ബുക്കിൽ കണ്ട്. പിന്നെ ഇല്ല അല്ലേ? പിന്നെ ഉണ്ടായിട്ടുള്ളതായിട്ട് അറിവില്ല. പടമൊന്നും കണ്ടില്ല അല്ലേ? ഇല്ല, ഉണ്ടെങ്കിൽ കണ്ടേനെ. പിന്നെ അല്ല, പിന്നെ നമ്മളിവിടെ ജീവിച്ചിട്ട് നമ്മുടെ അറിവിലൊന്നും കേട്ടിട്ടില്ലല്ലോ. നമ്മുടെ 98-ലും നമ്മളുണ്ട്. അന്ന് ഞാൻ ചെറുതാ, പക്ഷെ എന്റെ ഓർമ്മയിലില്ല. പക്ഷെ നിങ്ങളുടെ ഓർമ്മയിലൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ പിന്നെ ഉണ്ടായിട്ടില്ല. ഞാന് ഉള്ളതല്ല എന്നാണെങ്കിലും മനസ്സിലാക്കി വെക്കുന്ന ആളാ. അപ്പൊ പിന്നെ എന്തായാലും ഉണ്ടായിട്ടില്ല. അമ്മയെ പരമാവധി വിളിച്ചെങ്കിലും അമ്മ വരണില്ല എന്ന് പറഞ്ഞു. കാരണം ചിലപ്പോൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചു നേരം അവിടെ വെയിറ്റ് ഒക്കെ ചെയ്ത് നിൽക്കേണ്ടിയൊക്കെ വരുമല്ലോ. അപ്പോൾ ചിലപ്പോൾ സ്ട്രെയിൻ കൂടിയെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ആയിരിക്കാം മേ ബി അമ്മ വരാതിരുന്ന കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കാറ് കൊണ്ടുപോകാനും പറ്റില്ല, അവിടെ നല്ല തിരക്കാവും. പല സ്ഥലത്തൊന്നും റോഡൊക്കെ ബ്ലോക്ക് ചെയ്യും, പല സ്ഥലത്തും കാറൊന്നും കുറച്ച് കഴിയുമ്പോഴത്തേനും കടത്തി വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെവി വെഹിക്കിളൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴേക്കും ബുദ്ധിമുട്ടുമായിരിക്കുമല്ലോ.
അപ്പം അമ്മ വീട്ടിൽ ഇരിക്കുകയാണെന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ ഞാനും അപ്പയും കൂടെ പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് 3 മണിക്ക് ഫ്ലാഗ് ഓഫ് ആയതുകൊണ്ട് 2:45 കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. നേരെ വട്ടുകുന്നത്തേക്കാണ് വന്നത്. പക്ഷേ അവിടെ ഒന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വന്ന ഉടനെ തന്നെ എന്നെ ആകർഷിച്ചത് ഈ ആനയാണ്. ഞാൻ ഈ ആനക്കാരി ആയതുകൊണ്ട്, അതായത് എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. എവിടെ കണ്ടാലും ഞാൻ അവിടെ നോക്കി നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ത്രില്ലിംഗ് ആയിട്ട് തോന്നിയേ. ഇതിൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അങ്ങനെ അവിടെ പരിപാടിയൊന്നും തുടങ്ങാത്തത് കാരണം ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനായിട്ട് സ്മാർട്ട് ബസാറിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയണ്ട, അവിടെ ഈ പരിപ്പ് പ്രഥമൻ്റെ പാക്കറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളത് അവിടെ ഇരിക്കണ കണ്ടു എന്ന് പറയണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്കത് മേടിക്കാം എന്ന് പറഞ്ഞിട്ട്. അതാകുമ്പോൾ സിമ്പിളാണല്ലോ, കോക്കനട്ട് മിൽക്കൊക്കെ അതിൽ ആഡഡ് ആണ്. ജസ്റ്റ് ആ ചൂടുവെള്ളം മാത്രം ഒഴിച്ചാൽ മതി. അപ്പം എന്നോട് ചോദിച്ചത് ഇനി എങ്ങോട്ടാ പോണേന്ന്. ഞാൻ പറഞ്ഞു നമുക്ക് നേരെ ഒന്നുകൂടി വട്ടുകുന്നത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത്രയും ദൂരം പോകേണ്ട കാര്യമില്ല, കാരണം കുറച്ച് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഞങ്ങളതിൽ പോകുമ്പോഴൊക്കെ ടാബ്ലോയ്ക്കുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ തൃപ്പൂണിത്തുറയിൽ പലതും വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും കുറച്ച് സമയം എടുക്കും തോന്നി അതിൻ്റെ ഫ്ലാഗ് ഓഫിന്. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പോയിന്റിൽ, ആ ജംഗ്ഷനിൽ തന്നെ, മുളന്തുരുത്തി ജംഗ്ഷനിൽ തന്നെ ഒരു പോയിന്റിൽ വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത്തച്ചമയ സാംസ്കാരിക ഘോഷയാത്രയുടെ മുന്നറിയിപ്പുമായുള്ള വണ്ടി വന്നു. അപ്പം ഞങ്ങൾ ഹാപ്പി ആയിട്ടോ. ഈ അനൗൺസ്മെൻറ്റിൻ്റെ തൊട്ട് പിറകിലാണ് ഘോഷയാത്ര അണിനിരന്നിട്ടുള്ളത്. എനിക്ക് കൗതുകമായി തോന്നിയ ചില കാഴ്ചകളാണ് ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടുള്ളത് കേട്ടോ. അതിലൊന്നായിരുന്നു ഈ ഇലക്ട്രിക് ആന. ഇത് നേരിട്ട് കണ്ടാൽ പോലും പറയില്ല കേട്ടോ ഇത് ഒറിജിനൽ ആന അല്ല എന്ന്. അത്രയ്ക്ക് നാച്ചുറാലിറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ തുമ്പിക്കൈയൊക്കെ പൊക്കുന്നത് കണ്ടോ. ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴേക്കും അത് ലോക്കാവും കേട്ടോ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ പോയിന്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഘോഷയാത്ര നിർത്തി കലാരൂപങ്ങളൊക്കെ അവതരിപ്പിക്കുകയും ആന ഇങ്ങനെ തുമ്പിക്കൈയൊക്കെ പൊക്കി വിളംബരം നടത്തുന്ന പോലെയാണ് കേട്ടോ എനിക്കത് ഫീൽ ചെയ്തത്. അതായത് അത്തമെത്തി, ഓണം ഇനി 10 ദിവസം കഴിയുമ്പോഴേക്കും ഓണമാണ് എന്നുള്ള വിളംബരം നടത്തുന്ന ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. സ്ത്രീകളുടെ ചെണ്ടമേളം എന്നെ വളരെയധികം ആകർഷിച്ച ഒന്നായിരുന്നു കേട്ടോ. പിന്നെ തൊട്ട് പുറകിലായിട്ട് ഓരോരോ കലാരൂപങ്ങൾ, അതായത് തെയ്യം, കഥകളി, കുമ്മാട്ടി, അങ്ങനെ ഒത്തിരി എനിക്ക് പലതും പേരറിയില്ല. ഈ ഒരു കലാരൂപം നല്ല കളർഫുൾ ആയിരുന്നേ. എനിക്ക് തോന്നുന്നു കാവടി എന്നാണ് തോന്നുന്നു ഈ ഒരു കലാരൂപത്തിൻ്റെ പേര്. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാട്ടോ. തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സോറി. എൻ്റെ ഒരു പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള കലാരൂപങ്ങളൊക്കെ ഞാൻ നേരിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. കാര്യം നമ്മുടെ തൊട്ടടുത്താണ് തൃപ്പൂണിത്തുറയിൽ വർഷാവർഷം നടക്കുന്ന ചരിത്രപ്രസിദ്ധമായ അത്തച്ചമയം. അത് പക്ഷേ കാണാൻ ഇതുവരെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുളന്തുരുത്തി പഞ്ചായത്തിൻ്റെ വക ഈ വർഷം ഇവിടെ അത്തച്ചമയം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ കാണാൻ പോകണമെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓണം ഇങ്ങനെ എത്താറായി എന്നുള്ള ഒരു ഔദ്യോഗിക വിളംബരമാണല്ലോ അത്തച്ചമയം എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലുള്ള നമ്മുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പരിപാടികളൊക്കെ കാണുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആ ഒരു അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെ ഓരോ പോയിന്റിൽ വെച്ചിട്ട് ഈ പരിപാടി അവതരിപ്പിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കാണാനും അത് എൻജോയ് ചെയ്യാനുമായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു കേട്ടോ. അതെ, ഇത്തരത്തിലുള്ള ഇത് കണ്ടോ, മുളന്തുരുത്തി പഞ്ചായത്തിൻ്റെ പഴയ ആ ഒരു ഫോമിൻ്റെ ടാബ്ലോ ആണ്. ഹരിത കർമ്മസേന അവതരിപ്പിച്ച ഒരു ടാബ്ലോ പ്രസന്റേഷൻ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു. അതുമാത്രമല്ല അനേകം ടാബ്ലോസ്, അതും നമ്മുടെ സാമൂഹ്യ വിപത്തിനെ അതിനെതിരെ വിരൽ ചൂണ്ടുന്ന തരത്തിലുള്ള പലതരത്തിലുള്ള ടാബ്ലോസ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ വീഡിയോ ഇവിടെ ഇട്ടിട്ടില്ല. ഒക്കെ അതിമനോഹരങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ ഘോഷയാത്രയുടെ അവസാനം വരെ ഞങ്ങൾ കണ്ടിരുന്നു. ഇനി ഞങ്ങൾ പോകാൻ തുടങ്ങുവാണേ. എന്ത് രസമായിരുന്നു എന്നറിയോ. ടാബ്ലോ ഗംഭീരായിരുന്നു. അതായത് സാമൂഹ്യ വിപത്തിനെ ചൂണ്ടിക്കാണിക്കുന്ന ടാബ്ലോസ് അടിപൊളിയായിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാപ്പിയാണോ ചായയാണോ പോലും വേണ്ടത്. അപ്പയ്ക്ക് ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കണ്ടായിരുന്നു. അതിപ്പോ ഇവിടെ വരാതെ ചായ കിട്ടൂ. ഇത് നല്ല കഥ. ഈ എപ്പോഴാ അവിടെ തുടങ്ങിയത്? 6:10 ഞങ്ങൾ വന്നപ്പോ. 5 മണിയോട് അടുത്ത ജംഗ്ഷനിലൂടെ പാസ് ചെയ്തേ. അതെന്താന്നറിയോ, തൃപ്പൂണിത്തുറയെന്ന് കുറെ ടാബ്ലോയൊക്കെ വരാനുണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയം കഴിഞ്ഞിട്ടേ. പക്ഷെ ആ ടാബ്ലോസ് എല്ലാം നല്ല ഗംഭീര ടാബ്ലോസ് ആയിരുന്നു. ടൈം ഇച്ചിരി വൈകി.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കലാരൂപങ്ങളും അതുപോലെയുള്ള ടാബ്ലോസും ഒക്കെ അറേഞ്ച് ചെയ്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. പിന്നെ തൃപ്പൂണിത്തുറ അത്തച്ചമയം കഴിഞ്ഞിട്ടാണല്ലോ പല ടാബ്ലോസും ഇങ്ങോട്ട് വന്നത്. പിന്നെ നമ്മുടേതായിട്ടുള്ള പല കലാരൂപങ്ങളും ടാബ്ലോസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് അറേഞ്ച്മെന്റ്സിന് ടൈം എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇച്ചിരി തുടങ്ങാനായിട്ട് വൈകി കേട്ടോ. അത് സ്വാഭാവികമാണ്. നോക്കട്ടെ. നല്ല മഴ. നല്ല ചൂട് നാടൻ പഴം പുഴുങ്ങിയത് ഇങ്ങനെ കീറി നടുക്കിലൊരു ചെറിയ കീറൽ ഇട്ടിട്ട് പണ്ട് ഞാൻ ബട്ടർ ഇട്ടിട്ട് കഴിക്കായിരുന്നു. എന്താ സ്വാദെന്നറിയോ. ഇത്തവണ ഞാൻ ബട്ടർ ഇട്ടില്ല, അല്ലാതെ തന്നെയാണ് കഴിച്ചത്. നല്ല മധുരമായിരുന്നു, തേനൂറുന്ന മധുരം. ഓ എൻ്റെ പൊന്നേ.